ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ EVS വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. വൃത്തി നൽകും ശക്തി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ. അപ്പം നല്ല രീതിയിൽ ഹൈജീനായിട്ട് ഇരിക്കേണ്ട അല്ലെങ്കിൽ വൃത്തിയോട് കൂടിയിട്ട് ജീവിക്കേണ്ട പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് അല്ലെ, രോഗം പകരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ രോഗം പടർന്ന് പിടിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. നമുക്ക് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ വാട്ടറിലൂടെ, ഫുഡിലൂടെ അല്ലെ, കൊതുകിലൂടെ, എലിയിലൂടെ അല്ലെ, ഈച്ചയിലൂടെ, ഇതുപോലെ പലതരത്തിലുള്ള ജീവികളിലൂടെ, കോണ്ടാക്റ്റിലൂടെ, അതായത് സമ്പർക്കത്തിലൂടെ ഒക്കെ പകരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പകരാതിരിക്കാൻ അല്ലെങ്കിൽ പടർന്ന് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ കൊതുകിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മൊസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക, ഫോഗിങ്, നമ്മൾ പുകയിടാറുണ്ട് വീട്ടിലൊക്കെ, സന്ധിക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ മൊസ്കിറ്റോ ബാറ്റ് നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കും. കാരണം കൊതുക് അധികമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇത് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സാഹചര്യമൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കാറുണ്ട് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഡ്രൈ ഡേ നമ്മൾ സ്കൂളിലും ഈ പറയുന്ന നമ്മുടെ വീടുകളിലാണെങ്കിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. അതായത് എല്ലാ സ്ഥലത്തുമുള്ള വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതുവഴി അതിങ്ങനെ ഓരോ ആഴ്ച നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് വഴി കൊതുക് മുട്ടയിട്ടിട്ട് പുതിയ ആൾക്കാരുണ്ടാവും അല്ലെ, ഇതൊക്കെ തടയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് കൊതുകിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങളുണ്ട് അല്ലെ, ഫുഡിലൂടെയും വാട്ടറിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങളുണ്ട്. ഇത് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഴകിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കാതിരിക്കുക അല്ലെ. പേഴ്സണൽ ഹൈജീൻ അല്ലെ, നമ്മൾ എപ്പോഴും പറയില്ലേ ഹൈജീനിക് ആയിട്ട് ഇരിക്കുക, ഇത് വ്യക്തി ശുചിത്വം നമ്മൾ പാലിക്കണം. കീപ് ഫുഡ് കവേർഡ് അല്ലെ, നമ്മുടെ ഭക്ഷണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ കവർ ചെയ്ത് സൂക്ഷിക്കുക, അല്ലാതെ തുറന്നു വെച്ചിട്ടുള്ള പഴകിയ ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ കൈയൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം, സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ഈച്ചയും എലിയും ഒക്കെ അല്ലേ, അതായത് നമ്മുടെ ജീവികൾ, അതായത് ഈ പറഞ്ഞ കൊതുകല്ലാതെ തന്നെ മറ്റ് ജീവികളിലൂടെ പകരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതൊക്കെ തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, കീപ് ദ ഹൗസ് ക്ലീൻ അല്ലെ. നമ്മുടെ വീടും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പരിസരം, നമ്മുടെ സറൗണ്ടിങ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യുക, അടച്ചു വെക്കുക. അവിടെയൊക്കെയാണ് ഈ ജീവികളൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉള്ളത്. വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് എല്ലാത്തിലും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അടുത്തത് സമ്പർക്കം വഴി നമ്മൾ നോക്കുവാണെങ്കിൽ അല്ലെ, സമ്പർക്കം എന്ന് പറഞ്ഞാൽ ത്രൂ കോൺടാക്റ്റ് ആണ്. നമ്മുടെ കൊറോണ നിപ്പയൊക്കെ വന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് പാലിക്കാൻ വേണ്ടി തുടങ്ങി അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സ്റ്റേ അവേ ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാനിറ്റൈസർ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക, ഹാൻഡൊക്കെ കൃത്യമായിട്ട് നമ്മൾ വാഷ് ചെയ്യുക. ആൻഡ് വായുവിലൂടെ പകരുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ഒക്കെ കൂടെ എന്താണ്, യെസ്, നമ്മുടെ ഒരു മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് അല്ലെ. കൊറോണയുടെ സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെയൊക്കെ പകരാൻ ചാൻസ് ഉള്ള, പടർന്ന് പിടിക്കാൻ ചാൻസ് ഉള്ള ഡിസീസസ് അല്ലെങ്കിൽ രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്, ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരിക, നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാടാ. അപ്പോൾ എല്ലാ മക്കൾക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.